അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. ആ വീഡിയോ കാണുന്നതിന് മുമ്പ് ഏതാനും ചില കാര്യങ്ങൾ പറയാണ്. അതായത് പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാം, റമദാൻ അള്ളാഹുലേക്ക് അടുക്കേണ്ടുന്ന മാസമാണ്. ഇസ്തിഗ്ഫാർ കൊണ്ടും തൗബ കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഇഅ്തികാഫ്, ഖിയാമുൽ ലൈൽ പോലെയുള്ള എല്ലാ നന്മകളും ചെയ്ത് പടച്ച റബ്ബിൻ്റെ അനുഗ്രഹം കിട്ടാൻ, ആ സാമീപ്യം കിട്ടാൻ, അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് പരിശ്രമിക്കേണ്ട മാസമാണ് പരിശുദ്ധമായ റമദാൻ. പക്ഷേ ആ റമദാൻ്റെ അവസാന ദിവസങ്ങളിൽ പാടത്തേക്ക് വെടിച്ചു കൊണ്ടുപോവുകയാണ് മതപുരോഹിതന്മാർ. എന്തിനാ പാടത്തേക്ക് കൊണ്ടുപോകുന്നത്? ഇവിടെ പള്ളിയിൽ ഇഅ്തികാഫിൽ നിന്ന് അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് പകരം അവിടെ പോയിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് മദീനയിലേക്ക് അയച്ചിട്ടും അതോടൊപ്പം തന്നെ പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവരുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും യാതനകളും വേദനകളും മുഴുവൻ പ്രവാചകനോട് വിളിച്ചു പറയുന്ന ഒരു മജ്ലിസ് ഉണ്ടാക്കുക. ആ മജ്ലിസ് ഉണ്ടാക്കിയ ആ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരാളെ വീഡിയോ ആണ് ഇപ്പൊ ഞാൻ കാണിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ സംസാരം നിങ്ങൾ കേൾക്കുക, എന്നിട്ട് ബാക്കി നമുക്ക് പിന്നെ പറയാം. എല്ലാറ്റിലും ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനുണ്ട്. വാല്യബിൾ ആണോ അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവാതിരിക്കില്ല. ഈമാനിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ആ ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും തിരിച്ചറിയാനുള്ള മാനദണ്ഡം ഖുർആൻ പറയുന്നു. വൈദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസ്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് എന്താണോ ചെയ്തത്, എങ്ങനെയാണോ ജീവിച്ചത്, എന്താണോ വിശ്വസിച്ചത്, അതുപോലെ നിങ്ങൾ വിശ്വസിക്കുവിൻ. ഇതാണ് യഥാർത്ഥ ദീനുൽ ഇസ്ലാം, ഇതാണ് യഥാർത്ഥ അഹ്ലുൽ ഇസ്ലാം. വാല്യബിൾ മാത്രമേ ഉള്ളൂ. തീർച്ചയായും പരിശുദ്ധമായ ഇസ്ലാമിൽ വാല്യബിൾ മാത്രമേ ഉള്ളൂ. അതായത് സ്ഥിരപ്പെട്ടതും സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ ദീനിലുള്ളൂ. അത് സ്ഥിരപ്പെട്ടതാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. പരിശുദ്ധമായ ഇസ്ലാമിലെവിടെ ഡ്യൂപ്ലിക്കേറ്റ്? അള്ളാഹു റസൂലിന്റെ ചര്യയിലെവിടെ ഡ്യൂപ്ലിക്കേറ്റ്? ഖുർആനിലെവിടെ ഡ്യൂപ്ലിക്കേറ്റ്? അപ്പൊ ഇസ്ലാം പഠിപ്പിച്ച അള്ളാഹു റസൂലിന്റെ മാർഗത്തിലൂടെ ജീവിച്ചു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. പക്ഷെ ഈ പറഞ്ഞ ആളെന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇയാൾ കാട്ടിക്കൂട്ടുന്ന സ്വലാത്ത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇവിടെ നടത്തി ചന്ദനക്കുളം, മാല, മൗലിദ്, ഉറൂസ്, ആണ്ട് അതേപോലെയുള്ള അനാചാരങ്ങൾ മുഴുവൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പരിശുദ്ധമായ ഇസ്ലാമിന് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല, എല്ലാം വാല്യബിൾ മാത്രമാണ്. ആ വാല്യബിളായ ഇസ്ലാമിൽ ഡ്യൂപ്ലിക്കേറ്റ് കടത്തിക്കൂട്ടിയത് ആരാണ്? ഇവിടുത്തെ സമസ്ത രണ്ട് കൂടാരവും അല്ല മറ്റേ കൂടാരവും എല്ലാം കൂടിയിട്ടുള്ള മതപുരോഹിതന്മാർ എന്ന് തുടങ്ങിയോ അന്നാണ് ഇസ്ലാമിൽ ഡ്യൂപ്ലിക്കേറ്റ് കയറി കൂടിയത്. നബിദിനം അത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? വാല്യബിൾ ആണോ? ആണ്ട്, മൗലിദ്, റാത്തിബ്, കുത്തുബിയ്യത്ത്, അതേപോലെ തന്നെ ഒരുപാട് സ്വലാത്ത് ഇവർ എഴുതി ഉണ്ടാക്കുക. കഞ്ചുലർഷ, അള്ളമു സ്വലാത്ത്, താജു സ്വലാത്ത്, ഇങ്ങനെ ഒരുപാട് സ്വലാത്തുകൾ. ഇത് വാല്യബിൾ ആണോ? നിങ്ങൾ നടത്തുന്ന സ്വലാത്ത് മജ്ലിസ് വാല്യബിൾ ആണോ? അല്ല, ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. വാല്യബിൾ ഉണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവുന്നു. അത് ദുനിയാവിന്റെ കരുത്. ചില ഇലക്ട്രിക് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഒരു പക്ഷേ കുന്നംകുളത്തൊക്കെ പറയൽ കേൾക്കാലോ, കുന്നംകുളത്ത് പോയൊക്കെ കിട്ടുന്നു എന്ന് പറയുന്നത് പോലെ അങ്ങനെ ദുനിയാവിന്റെ വിഷയത്തിൽ ചിലപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഇറങ്ങാം. പക്ഷെ ഇസ്ലാമിൽ അതില്ലല്ലോ. പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹു റസൂൽ പഠിപ്പിച്ച ദീന്, അള്ളാഹു നമുക്ക് പൊരുത്തപ്പെട്ട് ഇറക്കി തന്ന മതം, അത് വാല്യബിളേ ഉള്ളൂ, ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. എന്ന് സമസ്ത ഉണ്ടായി, എന്ന് സർക്കസ് കൂടാറുണ്ടായി, എന്ന് മതപുരോഹിതന്മാർ ഇതേപോലെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന പുരോഹിതന്മാരുണ്ടായി, അന്ന് മുതലാണ് ഇത് ഈ ഇസ്ലാമിൽ വാല്യബിളായ ഇസ്ലാം മതത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് കടന്നുകൂടെ തുടങ്ങിയത്. ഇപ്പൊ ഇയാൾ നടത്തുന്ന സ്വലാത്ത് മജ്ലിസ് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതൊക്കെ നടത്തുന്ന ആളാ പറയുന്നത് ഇസ്ലാമിൽ വാല്യബിൾ ഉണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവുമെന്ന്. അപ്പൊ ഈ മാല, മൗലിദ് പോലെയുള്ള ഒരുപാട് അനാചാരങ്ങൾ പിന്നെ നടത്തുക, സമൂഹത്തിലെ ജനങ്ങളെ പഴപ്പിക്കുക, വിശ്വാസ വൈകല്യത്തിലേക്ക് ജനങ്ങളെ നയിക്കുക, ഈ കാട്ടിക്കൂടുന്ന മുഴുവൻ എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് അല്ല നമുക്ക് ആവശ്യം. നമുക്ക് ആവശ്യം വാല്യബിളായ കാര്യങ്ങളാണ്. അള്ളാഹു റസൂലും പറഞ്ഞ കാര്യം, അതിൽ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് കടത്തി കൂടില്ല. നിങ്ങൾ എന്ന് സമസ്ത മുസ്ലിയാക്കന്മാർ എന്നുണ്ടായോ, ഈ സമസ്ത കൂടാരങ്ങൾ എപ്പോൾ ഉണ്ടായോ അന്ന് മുതലാണ് അള്ളാഹു റസൂലിന്റെ ചര്യയിലേക്ക് അതേ രൂപത്തിൽ തന്നെ പുതിയ പുതിയ വാദങ്ങളും പുതിയ പുതിയ ആശയങ്ങളും നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കടത്തിക്കൂട്ടി ഡ്യൂപ്ലിക്കേറ്റിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാം, ഡ്യൂപ്ലിക്കേറ്റ് ആയ കാര്യത്തിലേക്ക് ജനങ്ങളെ നയിച്ചു കൊണ്ടുപോകുക, വാല്യബിളായ ഭാഗത്തേക്ക് ജനങ്ങളെ തടയുക. ഖുർആൻ പഠിക്കരുത്, ഖുർആൻ പഠിക്കണം എന്നുള്ളത് വാല്യബിൾ ആണ്, പക്ഷെ ഖുർആൻ പഠിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ ഉണ്ടാക്കി, അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ്. അങ്ങനെ സമാന്തരമായ ഒരു മതം ഉണ്ടാക്കിയവരാണ് ഈ രണ്ടു കൂട്ടരും. ആ പാർട്ടികളാ പറയുന്നത് എന്ത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവുമെന്ന്. അപ്പൊ ഇതൊക്കെ കൃത്യമായി ജനങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. നമ്മൾ ഇവരെപ്പോഴും പറയാ പുത്തംവാദികളാണ് എന്നാ.
അതെ, ഇവിടെ അള്ളാഹുവിന്റെ ദീൻ തുറന്നു പറഞ്ഞാലേ, തൗഹീദ് പഠിപ്പിച്ചു കൊടുത്താലേ, ഇസ്ലാമിന്റെ ആദർശം ഇന്നതാണെന്ന് പഠിപ്പിച്ചാലേ, അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലേ, ഇവിടെയുള്ള സമസ്ത കൂടാരത്തിലെ പുരോഹിതന്മാരൊക്കെ പറയാ, കണ്ടോ പുത്തംവാദികൾ. ഇത് പുതിയ വാദമാണോ? കൃത്യമായിട്ട് എന്താണ് പുതിയ വാദം എന്നുള്ള കാര്യം ഇവർക്ക് കൃത്യമായിട്ട് പിടുത്തം കിട്ടിയിട്ടില്ല. എല്ലാ മാലിയും മൗലിനും കുത്തിബേത്തൊക്കെ പഠിച്ചു. എന്താണ് പുത്തം വാദം? പുതിയൊരു വാദം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പുതിയ വാദമാണോ? പ്രവാചകന്റെ ചര്യ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് പുതിയ വാദമാണോ? ആ സമയത്ത് മാല, മൗലിദ്, കുത്തുബിയത്ത്, അള്ളാഹു റസൂലിന്റെ പ്രവാചകൻ പഠിപ്പിക്കാത്ത, മതത്തിൽ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ആരാ കൊണ്ടുവന്നത്? നിങ്ങൾ ആക്ഷേപിക്കുന്ന പുത്തംവാദികളാണോ? നിങ്ങൾ ആക്ഷേപിക്കുന്ന പിന്നെ വഹാബികളാണോ? അവരാണോ കൊണ്ടുവന്നത്? പരിശുദ്ധമായ ദീനിൽ ഇല്ലാത്ത കാര്യങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവരിക. ആ പുതിയത് കൊണ്ടുവന്നാണ് ഇപ്പൊ പാർത്ത് ഈ ചങ്ങാതിയൊക്കെ കൊണ്ടുവന്ന് നടത്തിപ്പോയ സലാത്ത്, അതേപോലെയുള്ള കാട്ടിക്കൂടുന്ന കുറെ അനാചാരങ്ങൾ. എന്നിട്ട് ഇവരാണ് പുത്തംവാദ സമൂഹത്തെ പഠിപ്പിക്കുക. എന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് പറയാം, കണ്ടോ അവരാണ് പുത്തംവാദികൾ എന്ന് ആക്രോശിക്കുക. അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ മതം അത് വാല്യബിൾ ആണ്. നമ്മൾ വാല്യബിൾ മാത്രം സ്വീകരിക്കുക, ഡ്യൂപ്ലിക്കേറ്റ് തള്ളിക്കളയാം. നമ്മുടെ ഒരു കടയിൽ സാധനം മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ, പച്ചക്കറി മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ വിഷം അടിച്ചതാണെന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങലുണ്ടോ? ഇല്ലല്ലോ. അത് നമ്മൾ സൂക്ഷ്മത പാലിച്ച് നമ്മൾ സ്വീകരിക്കുള്ളൂ. എന്നതുപോലെ മതത്തിൽ ഇതേപോലെയുള്ള കുറെ ക്ഷുദ്രജീവികൾ കടന്നുകൂടിയിട്ടുണ്ട്. അപ്പൊ കൃത്യമായി ഇസ്ലാം എന്താണ് എന്നും ഖുർആൻ എന്താണെന്നും സ്വഹീഹായ ഹദീസ് എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു മനസ്സിലാക്കുക. ഇമ്മാതിരിയുള്ള പിന്നെ ഈ വാറോലകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ തള്ളിക്കളി, അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ള കാര്യം കൃത്യമായി പഠിച്ചു മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.